കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വീട്ടിൽ നിന്ന് എങ്ങനെയാണ് പൈനാപ്പിൾ ജാം ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ആവശ്യമായ സാധനം ഞാനിവിടെ 1.5 കിലോ പൈനാപ്പിൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1/2 കിലോ പഞ്ചസാര, 2 ചെറുനാരങ്ങ. ഇത്ര സാധനങ്ങൾ മാത്രമേ പൈനാപ്പിൾ ജാം ആക്കാൻ വേണ്ടൂ. നമുക്കെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പൈനാപ്പിൾ നമുക്കൊരു ജാറിലിട്ടിട്ട് ജ്യൂസാക്കി എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരക്കേണ്ടത്, മിക്സിയിൽ ജ്യൂസാക്കേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം ലൂസായാൽ വറ്റി കിട്ടാൻ താമസിക്കൊണ്ട് കുറച്ച് മതി. നിന്ന് അരച്ചെടുക്കാം. ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. കട്ടിയിലാണ് എടുത്തത്. സാധാരണ ജ്യൂസാക്കുന്ന പോലെ ആക്കണ്ട. നമുക്കിത് അരിച്ചെടുക്കാം. ഇത് മായമൊന്നും ചേർക്കാതെ കൊണ്ട് കുട്ടിയൊക്കെ കൊടുക്കാൻ നല്ല ജാമാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, എന്നാൽ കുറേ നാൾ എത്തും. ബാക്കിയുള്ള പൈനാപ്പിൾ ഇങ്ങനെ അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മുഴുവൻ പൈനാപ്പിളും ജ്യൂസാക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്ര കട്ടിയിൽ അരച്ചെടുത്താൽ മതി. പൈനാപ്പിൾ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ മുറിച്ചിടാനാണ്. അതിൻ്റെ കംപ്ലീറ്റ് മുള്ളെല്ലാം കളഞ്ഞിട്ട് വേണം മുറിച്ചിടാൻ വേണ്ടി. ഇതിൽ ഒരു സ്റ്റൗ ഓണാക്കിയിട്ട് അടുപ്പിൽ വെക്കാം. സ്റ്റൗ ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനിതൊരു തിള വന്നിട്ടാകുമ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ ഇളക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇളക്കണമെന്നും ആവശ്യമില്ല. തിള വന്നതിന് ശേഷം ഇളക്കിയാൽ മതി. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാരയൊക്കെ ചേർത്തതിന് ശേഷം അടുക്കി പിടിക്കാതെ നോക്കണം. നല്ലപോലെ ഇളക്കി നോക്കാം. കളർ തന്നെ ഇപ്പോൾ നല്ല കളറിലായി. ഈ പത വന്നിട്ടാകുമ്പോൾ പഞ്ചസാരൻ്റെ ഒക്കെ അലിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഇല വരുന്ന പത നമുക്ക് അരിപ്പി എടുത്തിട്ട് കോരിയെടുക്കണം. പഞ്ചസാരൻ്റെ ഒക്കെ കച്ചറ ഉള്ളതത് നമുക്ക് കോരിയെടുക്കാം. നല്ലപോലെ തിളച്ച് വരണം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ചിലപ്പം തിളച്ച് മറിഞ്ഞു പോകും. തിളച്ച് മറിയാതെ നോക്കണം. പിന്നെ നല്ലപോലെ കുറച്ച് കുറിയതിന് ശേഷം തീ കുറച്ച് വെച്ചാൽ മതി. ഇപ്പം ഞാൻ ഫുൾ തീയിലാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് അരക്കുമ്പോൾ ജ്യൂസാക്കുമ്പോൾ കുറച്ച് വെള്ളം അരച്ചെടുത്താൽ മതി. അത് പതച്ച് വരുമ്പോൾ കണ്ട ഒരു പാട പോലെ മേലെ മഞ്ഞ കളറിൽ കാണുന്നു. അതെല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് കോരിയെടുക്കണം. ചൂട് ആയാൽ കുറച്ച് കൂടുതലായി നമുക്ക് കംപ്ലീറ്റ് അതൊന്ന് കോരിയെടുക്കാം. അരിപ്പൊക്കെ അതിലെടുത്തിട്ട് കോരിയെടുക്കുന്നുണ്ട്. ഇതുപോലെ സൈഡോട്ട് കോരിയെടുത്താൽ മതി. സൈഡിൽ വന്നിട്ട് നിൽക്കും. വളരെ എളുപ്പമാണ് പൈനാപ്പിൾ ജാമൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ നല്ല ശുദ്ധമായ ജാം കിട്ടുകയും ചെയ്ത്, വേറെ മായങ്ങളൊന്നും ഇല്ലാണ്ട് വെറും 3 സാധനം കൊണ്ട് മാത്രം, ചെറുനാരങ്ങയും പൈനാപ്പിളും പഞ്ചസാരയും. അത് കൂടുതൽ സമയം സൂക്ഷിക്കാനും പറ്റും ഫ്രിഡ്ജിൽ. മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു പേടിയുമില്ല. നല്ല മനസ്സമാധാനത്തോടുകൂടി കൊടുക്കാൻ പറ്റും. ചില മക്കളുണ്ടല്ലോ ജാം വാരത്തുന്ന, നമ്മൾ ആ ജാം വാരത്തുന്നില്ല എന്ന് പറയൽ. അതൊന്നും ആവശ്യമില്ല. ധൈര്യത്തോടുകൂടി കൊടുക്കുക. ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കേട്ടോ, ഓക്കെ. ചെറുതായി മുറിച്ച് വെച്ച പൈനാപ്പിൾ പീസ് ഇട്ട് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. കുറുകി വരുന്നുണ്ട്. കുറച്ചൊക്കെ കുറുകി വന്ന്
ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പിന്നെ ആ കഷ്ണം പൈനാപ്പിളിൻ്റെ കഷ്ണം എടുത്ത് വളരെ ചെറുങ്ങനെ മുറിച്ചിട്ട് വേണം ഇടാൻ. അത് ഇട്ടിട്ടില്ലെങ്കിലും സാരമില്ല. അതൊരു ഫീലിങ്ങിന് വേണ്ടി ഇടുന്നതാണ്, ഒരു കടിക്കുന്ന ഒരിത് അതിന് വേണ്ടി ഇടുന്നതാണ്. ഇപ്പം പൈനാപ്പിൾ ജാമിൻ്റെ ഒരു മണമൊക്കെ വന്നിട്ടുണ്ട്. പൈനാപ്പിൾ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ കുറേ ടൈം എടുക്കും ഇത് കുറുകി കിട്ടാൻ. ഒരു നല്ല ടൈറ്റിൽ തന്നെ ജ്യൂസാക്കി അരച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ കുറേ ടൈം എടുക്കുന്നുണ്ട്. കുറുകി വരുമ്പോൾ ഇത് ചിലപ്പോൾ തെറിക്കും. അതുകൊണ്ട് തീ ചെറുങ്ങനെ വെച്ചിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ. ഫുൾ തീയിൽ വെക്കുമ്പോൾ അത് തെറിക്കും, മേത്തൊക്കെ തെറിക്കും. അത് പ്രത്യേകം നോക്കണം. ജാം ആയോ പാകത്തിന് എങ്ങനെ ആയെന്ന് നോക്കുക. ഇങ്ങനെയാണ് ഇത് സ്പൂണിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിച്ച് നോക്കിയാൽ ഇതിപ്പോൾ ഒരേ വീഴുന്നുണ്ട്. മുറിഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ ജാം ആയി എന്നാണ്. ഇപ്പം ഇതായിട്ടില്ല, ഇനി കുറച്ചും കൂടി ടൈമുണ്ട് ആകാൻ വേണ്ടി. കുറച്ചും കൂടി ഇളക്കി ഇതാക്കാം. നമ്മൾ പൈനാപ്പിൾ ജാം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കട്ടിയൊക്കെ കണക്കായിട്ട് ഇത് കണ്ട, ഇതിങ്ങനെ മുറിഞ്ഞ് വീഴുന്ന കണ്ട, പീസായിട്ട് കണ്ട. അപ്പോൾ ഇതൊരു നല്ല പാകമൊക്കെ ശരിയായിട്ടുണ്ട്. കളറൊക്കെ നല്ല കറക്റ്റായ കളറായിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ പൈനാപ്പിൾ ജാമിൻ്റെ അതേ കളർ തന്നെ ഉള്ളത്. നല്ല പൈനാപ്പിൾ ജാം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം തണിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടെയ്നറിലേക്ക് മാറ്റാം. തണിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. കണ്ടെയ്നറിലേക്ക് മാറ്റുമ്പോൾ കണ്ടെയ്നർ സ്റ്റെറിലൈസ് ചെയ്യണം. അത് കുപ്പിൻ്റെ ഗ്ലാസ് ആണെങ്കിൽ വെള്ളം 3 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ ഓവനിൽ 30 സെക്കൻഡ് ഓവനിൽ ചൂടാക്കി എടുത്തിട്ട് സ്റ്റെറിലൈസ് ചെയ്താലും മതി. ഇത് കണ്ട, നല്ല ജാമായിട്ട് നല്ല കട്ടിയൊക്കെ കണക്കായി നല്ല പാകത്തിലായിട്ടുണ്ട്. നമ്മളിപ്പം കുറച്ചായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങാറില്ല. ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ ഒരു വ്യത്യാസമില്ല. ഷോപ്പിലെ പോലും നമ്മളുണ്ടാക്കിയതും നല്ല ടേസ്റ്റാണ്. 3 മാസം വരെ സ്റ്റെറിലൈസ് ചെയ്ത കുപ്പിയിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 3 മാസം വരെയെല്ലാം സൂക്ഷിക്കാം നമുക്ക്. അത്രയും പൈനാപ്പിൾ കൊണ്ട് ഈ 3 കുപ്പി ജാമായിട്ടുണ്ട്. സ്റ്റെറിലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ കുപ്പി കഴുകിയിട്ട് നല്ലപോലെ ഡ്രൈ ആയി എടുത്താൽ മതി. തുണിയായിട്ട് എടുത്ത് തുടച്ചിട്ടോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടാറ്റം മതി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.